മാത്രം മതി. അവർക്ക് അതാണ് ആവശ്യം. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, 1973 ശേഷവും അതിനു മുമ്പും രണ്ടാണ് മനുഷ്യരാശിയുടെ ഒരു കാര്യം. ഈ 1973 ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൽ 25 ചതുർഭുജങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആത്മീയമായിട്ട് ഏറ്റവും ഉന്നതമായ ഒരു വശമാണ് നമുക്കുള്ളത് എങ്കിൽ തന്നെയും അത് ഭൗതികമായിട്ട് നമുക്കത് പ്രതിഫലിക്കുന്നില്ല എന്നാണ് കുറെ പേര് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മറ്റൊരു ചാനലിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതായത് നമ്മുടെ അഖണ്ഡനാമം ഉണ്ടല്ലോ, അഖണ്ഡനാമം അത് 2 വരിയായിട്ട് ആദ്യ കാലഘട്ടത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ. ആ 2 വരികളിൽ മാത്രമാണ് ചൊല്ലേണ്ടത്. ഓരോരുത്തരും ഓർക്കണം. പിന്നെ ഈ രഞ്ജൻ മാമന്റെ ഒരു പുസ്തകം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ പറയുന്നു അദ്ദേഹം, അതായത് ഒരു സ്ത്രീക്ക് ഒരിക്കലും ഗുരുസ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല എന്ന് ഗുരു പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അതിൽ പറഞ്ഞിരിക്കുന്നത് അരവിന്ദോ ആശ്രമം ഉണ്ടല്ലോ പോണ്ടിച്ചേരിയിൽ, അവിടുത്തെ സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ശ്രീ നമ്മളെടുത്ത് ഗുരുവിനെ കുറിച്ചും അഭിവന്ദ്യ ശിഷ്യപൂജിതയെക്കുറിച്ചും അവസ്ഥാപൂർത്തീകരണത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് അഭിനന്ദിക്കുന്നുണ്ട്. അവര് പേഴ്സണലായിട്ട് ഒരുപാട് പേരുടെ മെസ്സേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഒരു വിഭാഗം കുറച്ചു പേര് അവർ ഇതെല്ലാം കേട്ടിട്ട് അവരുടേതായ കുറെ പരാതികളുള്ളവരാണ് അവര്. അതായത് അവർക്ക് ചില നിരാശകളും വിഷമങ്ങളും അവരുടെ ചില കാര്യങ്ങളിലൊക്കെ വന്നിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് അവർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കുറച്ച് വിഭാഗമുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ ശ്രീ, ഇപ്പോൾ ആത്മീയമായിട്ട് ഏറ്റവും ഉന്നതമായ ഒരു വശമാണ് നമുക്കുള്ളത് എങ്കിൽ തന്നെയും അത് ഭൗതികമായിട്ട് നമുക്കത് പ്രതിഫലിക്കുന്നില്ല എന്നാണ് കുറെ പേര് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭൗതികമായിട്ട് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടും ഒക്കെ ഉള്ള അവരുടെ പല പല പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നമ്മൾ വേദാന്തം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മീയം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് അടയ്ക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം. അങ്ങനെ വരുമ്പോൾ ആ ഭൗതികമായിട്ട് എന്തുകൊണ്ടാണ് ഈ ആത്മീയമായ ഈ ഔന്നത്യം അത് ഭൗതികതയിൽ എന്തുകൊണ്ട് പ്രതിഫലിക്കുന്നില്ല, ഭൗതികമായിട്ട് എന്തുകൊണ്ട് നമ്മൾ അത്രയും രീതിയിൽ വളരുന്നില്ല എന്നൊരു സംശയം കുറച്ചു പേർക്കുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീ ഒന്ന് വിശദീകരിക്കാമോ? സദ്ഗുരുവേ ശരണം. ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് പല സ്ഥലത്തുനിന്നും അഭിനന്ദനങ്ങളും വരുന്നുണ്ട്, അതുപോലെ തന്നെ അപമാനങ്ങളും വന്ന് സംഭവം ന്യൂട്രലായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് വിഷമിക്കാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ ഒന്നും കഴിയാത്ത നമ്മളൊരു ന്യൂട്രലായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ആധ്യാത്മികമായിട്ടുള്ളൊരു മാർഗം. പിന്നെ ഇപ്പോൾ ആശ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഒരുപാട് പ്രശ്നങ്ങൾ, സംശയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇത് മനഃപൂർവ്വമല്ല. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ ആരും മനഃപൂർവ്വമല്ല. ഓരോരുത്തരുടെ മനസ്സിൻ്റെ വിഷമതകളിൽ നിന്നും സംശയങ്ങളിൽ നിന്നും ചില പ്രോബ്ലങ്ങളിൽ നിന്നുമാണ് ഇതുണ്ടാകുന്നത്. കൂടാതെ ഇത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ആധ്യാത്മികമായിട്ടുണ്ടായിരിക്കുന്ന ഒരു മറ, അത് ഒരു വ്യക്തി സഹജമല്ല, യൂണിവേഴ്സലായിട്ടുണ്ടായിരിക്കുന്ന ആധ്യാത്മിക രംഗത്തുണ്ടായിരിക്കുന്ന ഒരു മറ മനുഷ്യനെ ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് യുഗാന്തരങ്ങൾക്ക് മുമ്പിൽ നടന്ന ഒരു തെറ്റിനെക്കുറിച്ചും എല്ലാം ഗുരു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഹന്താ സ്വരൂപത്തിൽ വന്ന ആ തെറ്റിൻ്റെ ഭാഗമായിട്ട് ദൈവികമായിട്ടുള്ള വിഷയങ്ങൾ മറഞ്ഞു പോകത്തക്ക വണ്ണം ഒരു പ്രശ്നം ഉണ്ടായിപ്പോയി. അതായത് നമ്മുടെ ഈ ഒരു സൃഷ്ടിക്രമത്തിൽ യഥാർത്ഥമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ആ സത്യത്തിൻ്റെ വെളിച്ചം മറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സംസ്കാരമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ആരെങ്കിലും ഈ പറയുന്ന ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ, പറഞ്ഞാൽ അതെല്ലാം കുറച്ചു നേരമേ നിൽക്കൂ. അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹിപ്നോട്ടിക്കായിട്ട് മനുഷ്യനൊക്കെ മറന്നു പോകും. ഇനി ഒരു തലത്തിൽ അനുഭവം നേടുന്നവർ പോലും ഈ അനുഭവം നേടിക്കഴിഞ്ഞാൽ പോലും ഇതങ്ങ് മറന്നു പോകും. ഈ ദൈവികമായിട്ടുള്ള ഒരു മഹിമയെ മറന്നു പോകത്തക്ക രീതിയിലാണ് ഈ മൈൻഡ് എന്ന് പറയുന്ന, നമ്മൾ ഈ വേൾഡും മൈൻഡുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി. അത് നമ്മളെ ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മറച്ചു കളയും. എത്രയോ പേര് ഇപ്പോൾ തന്നെ നമ്മുടെ ആശ്രമ സ്വഭാവത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയോ ഗൃഹസ്ഥന്മാർക്കും സന്യാസിമാർക്കും എല്ലാം ഈ ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ, അതും ഏറ്റവും ഉന്നതമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിയവർ പോലും അത് വിസ്മരിച്ചു പോയി. കാര്യം അവരുടെ ആ മനസ്സിൽ വീണ്ടും ഈ സംസ്കാരങ്ങളും ചിന്തകളും വാസനകളും എല്ലാം വന്ന് പ്രവർത്തിക്കുമ്പോൾ ഇത് നിലനിർത്താൻ സാധിക്കില്ല. അപ്പോൾ പൂർണ്ണമായ അനുഭവവശത്തിലേക്ക് പോയ ഗുരുക്കന്മാരും പിന്നീട്
ആ ഒരു ഗുരു സംസർഗത്തിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് ആ ഗുരുമാർഗത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അനുഭവശാലികൾക്കും ഈ ദൈവികമായിട്ടുള്ള ഒരു തലത്തിൽ നിൽക്കാനുള്ളൊരു വെളിച്ചം ദൈവകാരുണ്യം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ആ ദൈവികമായിട്ടുള്ള ആ ഒരു ധർമ്മത്തിൽ നിൽക്കാനുള്ളൊരു വെളിച്ചം കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നിരന്തരം അതിലേക്ക് പരിണമിക്കാനും അതിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആ സംസ്കാരത്തെ, ഈ ദൈവികമായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ പരിപൂർണതയായിട്ടുള്ള ആ സംസ്കാരത്തെ, ആ പരമശാന്തിയായിട്ടുള്ള ആ സംസ്കാരത്തെ നമ്മുടെ ഈ സൃഷ്ടിക്രമത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ എന്താ പറയുന്നത്, ഇതിപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ ഒരു മെട്രിക്സ് ആണ്. ആ ഒരു മെട്രിക്സ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു തലത്തിലേക്ക്, ഈ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായ ആകാശ തലത്തിൽ നിന്ന് നമ്മുടെ വായുമണ്ഡലത്തിലേക്കും നമ്മുടെ ഭൗതിക മണ്ഡലത്തിലേക്കും ഒക്കെ ഈ പരമശാന്തിയായിട്ടുള്ള ഈ ആധ്യാത്മിക വെളിച്ചത്തെ കൊണ്ടുവന്ന് അതിൻ്റെ സങ്കല്പത്തിലൂടെ നമ്മുടെ ഈ ലോകത്തെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളൊരു ധർമ്മമാണ് നമ്മളിൽ ഓരോരുത്തരിലും, ഈ പ്രത്യേകിച്ച് ആധ്യാത്മിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു കർത്തവ്യം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അത് വിസ്മരിച്ച് പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ സങ്കല്പം. അതുകൊണ്ടാണ് നമ്മൾ എത്ര പറഞ്ഞാലും എല്ലാവരും ഇതിനെ വിസ്മരിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സത്സംഗത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ നിരന്തരം ആയിട്ട് ഈ സത്സംഗത്തിൽ ഈ ഒരു വൈബ്രേഷനിൽ നിന്നില്ലെങ്കിൽ ഇത് വിട്ടുപോകും എല്ലാവരെ സംബന്ധിച്ച്. കാര്യം വിട്ടുപോയിട്ട് ഇവിടുത്തെ തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് തെറ്റായിട്ടുള്ള റോങ് ഡയറക്ഷനിലേക്ക് നമ്മളെ നയിക്കാനാണ് ഇവിടുത്തെ ഒരു നെഗറ്റീവ് ശക്തികളെല്ലാം എപ്പോഴും ഓരോരുത്തരെയും ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഗുരുമാർഗത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഗുരുമാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിനെ സംശയിക്കുന്നവരാണ് ഒരു നല്ല വിഭാഗം. അപ്പോൾ നമ്മുടെ ഈ പരമ്പരയിൽ എന്തുകൊണ്ട് ഈ ഗുരുമാർഗത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിപ്പോയി? അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലർ ഗുരുവാണികളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, അതായത് ഗുരു പണ്ട് സംസാരിച്ചിരുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ബൈലോയെക്കുറിച്ചും അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉദ്ധരിച്ചിട്ട് ഇപ്പോൾ അതുപോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഗുരുമാർഗത്തെക്കുറിച്ച് സംശയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഗുരുക്കന്മാർക്ക് ഈ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഓരോ ഗുരുക്കന്മാരുടെ ഹൈലി ഉയർന്ന ഏറ്റവും വലിയ ഗുരുക്കന്മാരുടെ ജന്മം പോലും വളരെ രഹസ്യമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാര്യം ഈ സൂക്ഷ്മത്തിലെ ഈ ഒരു 7 അവസ്ഥ കൊണ്ട് പൂർത്തീകരിച്ച് നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ നിന്നും ഈ മാനസിക മണ്ഡലത്തിലേക്ക് ദൈവികമായിട്ടുള്ളൊരു ധർമ്മം വരാതിരിക്കാനായിട്ട് പല തലങ്ങളിൽ ദൈവികമായിട്ട് തന്നെ ഈശ്വരീയമായിട്ടുള്ള സങ്കല്പത്തിൽ തന്നെ ഇരിക്കുന്ന ശക്തിവിശേഷങ്ങൾ ഇതിനെ അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗുരുക്കന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ രഹസ്യ സ്വഭാവത്തിലാണ്. അപ്പോൾ ഒരു ഗുരു സംസാരിക്കുമ്പോൾ തന്നെ, ഈ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഗുരു സംസാരിക്കുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് സംസാരിക്കുന്നത്. കാര്യം നമ്മൾ ഈ അന്തരീക്ഷത്തിലേക്ക് എന്ത് കാര്യം പകർന്നാലും അതിനെ പ്രതിപ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ തടുക്കാനുള്ള നെഗറ്റീവ് ശക്തികളുടെ പ്രവർത്തനം അപ്പം തന്നെ തുടങ്ങുന്നതാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ തന്നെയാണ്, ഈ വൈറസ് പ്രോഗ്രാം പോലെ തന്നെയാണ്. അപ്പോൾ ഓരോ ഗുരുക്കന്മാർക്കും വ്യക്തമായിട്ടറിയാം ഇത് അപ്പോൾ ആ നിമിഷങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കാവൂ. ആ നിമിഷം കഴിഞ്ഞാൽ, മനസ്സിൻ്റെ തലത്തിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ ഇതിനെ പ്രതിപ്രവർത്തിപ്പിക്കാനുള്ള സങ്കല്പങ്ങളും പ്രോഗ്രാമുകളും ഈ സൂക്ഷ്മ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഗുരു ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്കുകളിലൂടെ എപ്പോഴും ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഈ ആധ്യാത്മിക രംഗത്തുള്ള ഒരു അലിഖിത നിയമമാണ്. അപ്പോൾ ഇതിനെ വിസ്മരിച്ചുകൊണ്ട് പണ്ട് അപ്പോൾ ഗുരു ഇങ്ങനെ സംസാരിച്ചില്ലേ, അല്ലെങ്കിൽ ബൈലോയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചിലർ ചോദിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ ഓഡിയോ ക്ലിപ്പൊക്കെ വളരെയധികം സസൂക്ഷ്മം ഇങ്ങനെ ശ്രദ്ധിച്ചു. കാര്യം ഗുരു ആരടുത്താണ് ഇത് സംസാരിക്കുന്നത്, കാര്യം എത്രമാത്രം വികസിച്ച ശിഷ്യന്മാരാണ് അന്ന് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരോട് എന്തിനിത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഇത് റീവൈൻഡ് ചെയ്ത് കേട്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഇത്തരം അതിനകത്തുണ്ടായിരുന്ന ആ ശിഷ്യന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു വിഷയം നടപ്പാക്കാനുള്ള ഒരു ഇൻസൈറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റിയോ അല്ലെങ്കിൽ അനുഭവവശങ്ങളോ അത്രത്തോളം തെളിഞ്ഞ ഒരു വ്യക്തിയല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഗുരു ഇങ്ങനെ ഒരു സംസാരം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാരെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളരെ സ്കോളേഴ്സ് ആയിട്ടുള്ള ആ ലെവലിൽ മാത്രം ആധ്യാത്മികമായിട്ട് വികസിക്കാത്ത ശിഷ്യന്മാരെ കൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച തന്നെ ചെയ്ത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ഗുരുക്കന്മാരുടെ ഒരു സൂത്രത്തിൻ്റെ ഭാഗമാകാനേ തരമുള്ളൂ. കാര്യം ഇങ്ങനെ പറ്റിക്കുക. അപ്പോൾ ഈ സൂക്ഷ്മ പൈശാചിക സ്വഭാവത്തിലുള്ളവർ ഓരോ പ്ലാനുകൾ ഇങ്ങനെ ഇടുമ്പോൾ, ഗുരുമാർഗത്തെ തകർക്കാനായിട്ട് ദൈവികമായിട്ടുള്ള ധർമ്മം നടപ്പാക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ അവർക്ക് മറ്റൊരു പ്ലാൻ കൊടുക്കുക. അല്ലെങ്കിൽ ഗുരു ബുദ്ധിമാനായിട്ടുള്ള, ഇപ്പോൾ ഗുരുക്കന്മാർ എന്തെല്ലാം സൂത്ര സ്വഭാവത്തിൽ വളരെ ബുദ്ധിപൂർവ്വം ശിഷ്യന്മാരോട് പ്രവർത്തിച്ചിരിക്കുന്നു, നമ്മളിത് ശ്രദ്ധിച്ചറിയാം. അപ്പോൾ ഇത്രയും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന ഗുരുക്കന്മാർ ഇങ്ങനെ ഒരു മണ്ടത്തരം കൊടുക്കൂ? ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെയുള്ള എല്ലാ രഹസ്യങ്ങളും, ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഈ രീതിയിലാണെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് കൊടുത്താൽ
ഈ സൂക്ഷ്മ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന്, ഈ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്ന ഈ മണ്ഡലങ്ങളിൽ നിന്ന് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആദ്യമേ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഗുരുക്കന്മാരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും രഹസ്യമായിരിക്കും. അത് എപ്പോഴും അപ്പപ്പോൾ മാത്രം, ആവശ്യമുള്ളത് അപ്പപ്പോൾ മാത്രമായിരിക്കും വെളിവാക്കുന്നത്. അപ്പോൾ ഇത് ഗുരുമാർഗത്തിൻ്റെ ഒരു രഹസ്യ സ്വഭാവത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്താണ് ഈ ശ്രുതി എന്നൊക്കെ പറയുന്നത്. അപ്പപ്പോൾ ഇങ്ങനെ കിട്ടണം, ആ ദൈവികമായ വാക്ക് അപ്പോൾ കിട്ടണം, അതിനെ അനുസരിക്കണം. അനുസരണം, ആ വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. ഇതാണ് അതിൻ്റെ വഴി, ഗുരുമാർഗത്തിൻ്റെ വഴി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംശയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി. പിന്നീട് ഈ ശിഷ്യ സ്വഭാവത്തിൽ, ഇപ്പോൾ ആദ്യകാലത്തുള്ള ശിഷ്യ സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അനുസരണാ സ്വഭാവം, അന്ന് ഗുരു ശരീരത്തിലുണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മൾ അന്നത്തെ ടോപ്പായിട്ടുള്ള ശിഷ്യ സ്വഭാവത്തിലുള്ളവരെല്ലാം മറ്റുള്ളവർ ബഹുമാനിക്കുമ്പോഴും, നമ്മളെല്ലാവരും സാധാരണക്കാരെല്ലാം വളരെ ബഹുമാനിതയോടെ കാണുമ്പോഴും, ഈ ഉയർന്ന സ്വഭാവത്തിലുള്ള ശിഷ്യന്മാർ ഗുരുവിനെ പോലും അനുസരിക്കുന്നതിൽ ഒരുപാട് വിമുഖത കാട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ഗുരു വിഷമിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം ഗുരുവിൻ്റെ ഒരു സ്വഭാവം, ഒരു സ്നേഹ സ്വഭാവത്തിൽ വളരെ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും ഒക്കെ പെരുമാറുന്ന ഗുരുവിൻ്റെ മുമ്പിൽ ഈ അനുസരണ സ്വഭാവത്തിലൊരു വിലംബം ഉണ്ടായിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നാൽ ഗുരുമാർഗത്തിലാണെങ്കിൽ അനുസരണയ്ക്കാണ് ഏറ്റവും പ്രാധാന്യവും. അതായത് സ്നേഹം ഏറ്റവും ഉന്നതമായ ഒരു ക്വാളിറ്റി, പക്ഷേ അനുസരണ അതിലും വലുതെന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അനുസരണ സ്വഭാവത്തിലുള്ള ഒരു കുറവ് വന്നു പോകുമ്പോൾ ഗുരു സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ചില സമയത്തൊക്കെ ഗുരു പറയും, നിങ്ങളെ ഞാൻ ശപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരു പറയും, എന്നെ കൊണ്ട് അതിന് കഴിയുന്നില്ല, കാര്യം നിങ്ങൾ ഇന്ന രീതിയിൽ ഇത്രയ്ക്ക് കുളമാക്കിയാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗുരു വിഷമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അനുസരണ സ്വഭാവം നമ്മുടെ പരമ്പരയിൽ ഇല്ലാതായിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുരു ശരീരത്തിലുണ്ടായിരുന്ന സമയത്ത് പോലും അനുസരിക്കാത്ത സ്വഭാവത്തിലുള്ള ഒരു ശിഷ്യഗണം നമ്മളെ സംബന്ധിച്ച് വളർന്നു വന്നപ്പോൾ, സത്യം പറഞ്ഞാൽ ഈ ആശ്രമത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മഹിമ എന്താണെന്ന് വെച്ചാൽ ഈ ഉയർന്ന ശിഷ്യന്മാരെക്കാൾ കൂടുതൽ സാധാരണക്കാരാണ്. ഗുരുവിനെ അന്ധമായി വിശ്വസിച്ച സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ഒരു വലിയ സമൂഹമാണ് ഈ പരമ്പരയുടെ ഒരു സ്വത്ത്. അത് അന്നും ഇന്നും ഗുരുവിനെ അന്ധമായി വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ, അവരാണ് എന്നും ഗുരുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഉയർന്ന സ്വഭാവത്തിൽ വരുമ്പോൾ ഇങ്ങനെ അനുസരണ സ്വഭാവത്തിലുണ്ടാകുന്ന കുറവ് കാരണം ഒരുപാട് ഈ പരമ്പര വിഷമിച്ചിട്ടുണ്ട്. പിന്നെ ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഉള്ള ഒരു കാലഘട്ടത്തിൽ, ശിഷ്യപൂജയുടെ അവസ്ഥാപൂർത്തീകരണത്തിന് മുമ്പ്, ഗുരു ശരീരത്തിലിരിക്കുമ്പോൾ പോലും അനുസരിക്കാൻ വിമുഖതയുള്ള അല്ലെങ്കിൽ പല കാര്യങ്ങളിലും മടി കാണിച്ചിട്ടുള്ള ഈ ശിഷ്യ സമൂഹത്തിൽ നിന്ന് ശിഷ്യപൂജിതയ്ക്ക് ഗുരു സൂക്ഷ്മത്തിൽ കൊടുക്കുന്ന അറിയിപ്പുകളിൽ മേൽ എത്രത്തോളം അനുസരണ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കി. ആ സാഹചര്യത്തിൽ ഒരിക്കലും ഈ സീനിയർ ആയിട്ടുള്ള സ്വഭാവത്തിലുള്ള ശിഷ്യ സമൂഹത്തിൽ നിന്ന് അനുസരണ എന്ന് പറയുന്ന ഒരു സംഭവമേ ഉണ്ടാകാൻ സാധ്യതയില്ല. കാര്യം ഗുരു സൂക്ഷ്മത്തിൽ നിന്ന് കൊടുക്കുന്ന അറിയിപ്പ്, ഗുരു സ്ഥൂലത്തിലുണ്ടായിരുന്നപ്പോൾ അനുസരിക്കാത്ത ആളുകളാണോ ഗുരു സൂക്ഷ്മത്തിലുള്ളപ്പോൾ കിട്ടുന്ന വാക്കുകളെ അനുസരിക്കുന്നത്? അപ്പോൾ ശിഷ്യപൂജിത എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ഈ കാര്യങ്ങൾ നടപ്പാക്കാനും ഇവിടെ പ്രവർത്തിക്കാനും. പിന്നീട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ അവസ്ഥാപൂർത്തീകരണം സംഭവിക്കുന്നതും, അവസ്ഥാപൂർത്തീകരണത്തിന് ശേഷം ഇത് അനുസരിക്കാനും എന്നുള്ള രീതിയിലാണ്. ഈ ഭരിക്കാൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ശിഷ്യനെ, ഈ പഴയ ആൾക്കാരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് പുതിയൊരാളെ, അത് ഗുരു നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുത്തത് പോലും അനുസരിക്കാൻ, അദ്ദേഹം ആദ്യം അനുസരിക്കണം, അതിനുശേഷം അനുസരിപ്പിക്കണം. കാര്യം ഈ അനുസരണ എന്ന് പറയുന്ന കാര്യം ഈ പരമ്പരയിൽ വളരെ ഇല്ലാതായിപ്പോയി. ആ ഒരു ക്വാളിറ്റി, അതാണ് ഗുരുമാർഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. പക്ഷേ ആ ക്വാളിറ്റി ഇല്ലാതായ സാഹചര്യത്തിൽ അനുസരിപ്പിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന എന്താണ്, നമ്മുടെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു വരുമ്പോൾ ദൈവികമായ ഒരു ധർമ്മം അല്ലെങ്കിൽ ദൈവികമായ ഒരു കാര്യം ഈ സൃഷ്ടിക്രമത്തിൽ നിന്ന് മറഞ്ഞു പോകട്ടെ എന്നുള്ള രീതിയിൽ ഒരു അധപ്പതനം വന്നെന്നും, അത് കാരണം ഹ്യൂമാനിറ്റി, മനുഷ്യരാശി മൊത്തം സഫർ ചെയ്യണം പല രീതിയിൽ, അധർമ്മം കൊണ്ടും കർമ്മദോഷം കൊണ്ടും കർമ്മഗതികളും തെറ്റും ശരിയും എല്ലാം കലർന്ന് മനുഷ്യരാശി മൊത്തം സ്ട്രഗിൾ ചെയ്യണം. രോഗങ്ങളും പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും എല്ലാം കൊണ്ട് മനുഷ്യരാശി തന്നെ കാലാകാലങ്ങളായി സ്ട്രഗിൾ ചെയ്യണം. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ആപത്ത് വളരെ വലുതാണെന്നാണ് ഗുരുക്കന്മാരെല്ലാം പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മാറണമെങ്കിൽ പരമശാന്തിയായിട്ടുള്ള ദൈവികമായിട്ടുള്ള ആ സത്യത്തിൻ്റെ വെളിച്ചം ഈ മനുഷ്യരാശിയിലേക്ക്, മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് പകർന്ന് ഈ അന്തരീക്ഷത്തെ ശാന്തമാക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വെളിച്ചം മറഞ്ഞു പോകുമ്പോൾ മനുഷ്യരാശി എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നോ അതുപോലെ തന്നെ ഒരു ഗുരുമാർഗത്തിൽ ഗുരുവിൻ്റെ മഹിമയെ മറച്ചു വെച്ചാൽ ആ ഗുരുമാർഗവും സ്ട്രഗിൾ ചെയ്യും എന്നുള്ളതാണ്.
കാര്യം ഈ ദൈവികമായ ഒരു ധർമ്മത്തെ മറച്ചു വെച്ചപ്പോൾ ഈ മനുഷ്യരാശി മൊത്തം സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ ഗുരുമാർഗത്തിൽ വന്നിട്ട് ഗുരുവിൻ്റെ മഹിമയെ മറച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ മഹിമയെ ഒളിപ്പിച്ചു വെച്ചാൽ ആ പരമ്പരയ്ക്ക് എന്തായിരിക്കും അതിൽ നിന്ന് ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത്? അപ്പോൾ ഇത് ആരാണ് മറച്ചു വെച്ചത്? ഈ ദൈവികമായിട്ടുള്ള ഈ കാര്യം ഈ പരമ്പരയിൽ നിന്ന് മറച്ചു വെച്ചത് ആരാണ്? പഴയ ശിഷ്യ സമൂഹം. അതായത് ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ ഗുരുവിനെ പോലും അനുസരിക്കാതിരുന്ന പല കാര്യങ്ങളിലും, ചില കാര്യങ്ങളിലൊക്കെ പേരിന് മേമ്പൊടിയായിട്ടൊക്കെ അനുസരിച്ചെങ്കിലും പ്രധാനപ്പെട്ട പല തലങ്ങളിലും അനുസരിക്കാതിരുന്ന, അനുസരണാ സ്വഭാവം പ്രകടിപ്പിക്കാതിരുന്ന ആ ശിഷ്യ സമൂഹത്തിലെ സീനിയറായിട്ടുള്ള നമ്മുടെ ശിഷ്യ സമൂഹത്തിലും സീനിയറായിട്ടുള്ള നമ്മുടെ സ്കോളേഴ്സിനും എല്ലാം കുറച്ച് സംശയങ്ങളുണ്ടായി. അവരുടെ ബുദ്ധി കൊണ്ടുള്ള ചില പ്രവൃത്തികളെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ചില കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് അവർ ചില അനുസരണയില്ലായ്മ കാണിച്ചു, അവർ സംശയം ഉണ്ടാക്കി, ആ സംശയങ്ങൾ പരമ്പരയിലേക്ക് പകർന്നു. അങ്ങനെ എല്ലാവരിൽ നിന്നും വിശ്വാസം മറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗുരു എന്ന് പറയുന്ന ആ സത്യത്തിൻ്റെ ഏകത്വത്തിൻ്റെ ആ ദൈവികമായിട്ടുള്ള ഒരു ഒത്തൊരുമയിൽ നിൽക്കാനുള്ള കാര്യത്തെ വിസ്മരിച്ചപ്പോൾ പിന്നെ എന്ത് നന്മയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പരമ്പരയിൽ നിന്ന്? ഗുരു എന്ന് പറയുന്ന ആ വെളിച്ചത്തെ, ഇപ്പോൾ ശിഷ്യപൂജിത, ഞാനൊന്നും ഒരിക്കലും ഇപ്പോൾ ശിഷ്യപൂജിത എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ഈ പ്രശംസിക്കുന്നത്. ശിഷ്യപൂജിതയിലൂടെ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവ സ്വഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കി ശിഷ്യപൂജിതയിലൂടെ പ്രവർത്തിക്കുന്നത് എന്താണ്? ആ ഗുരു തുറന്നു വെച്ച, നമ്മുടെ നവജ്യോതി ശ്രീ കരുണാകര ഗുരു മനുഷ്യരാശിയിൽ തുറന്നു വെച്ച, മനുഷ്യരാശിയിലേക്ക് കൊണ്ടുവന്ന, ആ മനുഷ്യരാശിയിലേക്ക് അടുപ്പിച്ചെടുത്ത ആ പരമപ്രകാശത്തെ, ആ അതേ പ്രകാശ ജ്യോതിയെ പിന്തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗുരുമാർഗത്തിൻ്റെ അവകാശി, ഒരു ശിഷ്യ പൂജിത. അപ്പോൾ ആ ഒരു ശിഷ്യ പൂജിതയിലൂടെ നടക്കുന്ന പ്രവൃത്തിയെയാണ് ഞാൻ ബഹുമാനിക്കുന്നത്. അല്ല, ശിഷ്യ പൂജിത എന്ന് പറയുന്ന വ്യക്തിയെക്കാളും, വ്യക്തി ബഹുമാന്യനാണ്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പേഴ്സണലായിട്ട് അത് മാനിക്കുന്നെങ്കിലും അതിൻ്റെ മാന്യത, നമ്മുടെ പേഴ്സണലായിട്ടുള്ള മാന്യതയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഓരോരുത്തരും അവരവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു മാന്യത. പക്ഷേ ഞാൻ പബ്ലിക്കിനോട് പറയുമ്പോൾ ആ ശിഷ്യപൂജയിലൂടെ നടക്കുന്ന ആ പ്രവൃത്തിയെയാണ് ഞാൻ മാനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മാനിക്കേണ്ടത്. ആ ദൈവികമായിട്ട് ഗുരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ പ്രകാശധാരയെ, അതിൻ്റെ ആ പ്രകാശധാരയിൽ ഈ കർമ്മസഞ്ചയങ്ങളും കർമ്മദോഷങ്ങളും ഇതെല്ലാം കഴുകിക്കളഞ്ഞ് ശുദ്ധമാക്കുന്ന ആ പ്രോസസ്സിന്, അങ്ങനെ പൈശാചികത്വങ്ങളും നെഗറ്റിവിറ്റിയും എല്ലാം കഴുകിക്കളഞ്ഞ് ഒന്നായിട്ടിരിക്കാൻ, എല്ലാവർക്കും ഒന്നായിട്ട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അനുസരിക്കാനും പ്രവർത്തിക്കാനും സഹകരിക്കാനും സംഘടിക്കാനും ഉള്ള ഒന്ന്, ഏകം, ആ ഒന്നെന്ന് പറയുന്ന ആ സത്യത്തിൻ്റെ ആ പ്രവർത്തനത്തെ സംശയിക്കുക, അതിനെ എതിരെ സംസാരിക്കുക. അങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് നന്മയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ പലരും എന്നോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്, നിങ്ങൾ പറയുന്ന ഈ നന്മയൊക്കെ നമ്മളിങ്ങനെ പോയി പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു, വിശ്വസിച്ചു, എന്നിട്ട് നമുക്ക് ഈ പറയുന്ന നന്മയൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരാൾ ഇതുപോലെ ഫുട്ബോൾ കളിക്കുന്നു, കുറേ ആൾക്കാർ, അപ്പോൾ അയാൾ വളരെ നിരാശനായി, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഫുട്ബോൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കളിച്ചതിന് ശേഷം വന്ന് പറഞ്ഞു, നല്ല ആനന്ദമായിരുന്നു, ഭയങ്കര സന്തോഷമായി എന്ന് പറയുന്നു. അപ്പോൾ ഈ നിരാശനായിട്ടിരിക്കുന്ന വ്യക്തി ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ് ആ ആനന്ദം കിട്ടാൻ വേണ്ടി. അപ്പോൾ അയാൾ ഫുട്ബോൾ കളിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് ആനന്ദമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഈ ഫുട്ബോൾ കളിയിൽ പൂർണ്ണമായിട്ട് മുഴുകുമ്പോൾ കിട്ടുന്ന ബൈ പ്രോഡക്റ്റാണ് ആനന്ദം. ആനന്ദം എവിടെ എന്ന് പറഞ്ഞാൽ ആ കളിയിൽ മുഴുകിയ ആൾ ആനന്ദത്തിൻ്റെ പിറകെയായിരുന്നു, ഫുട്ബോൾ കളിയിൽ മുഴുകിയില്ല. അപ്പോൾ അയാൾക്ക് ആനന്ദം ലഭിച്ചില്ല എന്ന് പറയുന്നത് പോലെ ഈ ഗുരുവിനെ വിശ്വസിക്കുന്നത്, നമസ്കരിക്കുന്നത്, ഇതെല്ലാം ഹോൾ ഹാർട്ടഡായിട്ട് സംശയമില്ലാതെ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ഭക്തിസാന്ദ്രമായി ഇത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനമാണ്, നാച്ചുറലായിട്ടുള്ള പരിവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷവും ആനന്ദവും എല്ലാം. അല്ലാതെ ആനന്ദം എവിടെ, സന്തോഷം എവിടെ, ഞാൻ എന്ത് സാക്ഷാത്കരിച്ചു, എനിക്ക് എന്ത് കിട്ടി, എങ്ങനെ മറ്റത് മറിച്ചതെന്നുള്ള ഒരു ബിസിനസ് മെൻറ്റാലിറ്റിയിലല്ല ഒരു ഗുരുവിൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കേണ്ടത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെല്ലാ ബിസിനസ്സുകളെയും മാറ്റിവെച്ചിട്ട് ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ ആനന്ദത്തോടെ അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ ആ ഭക്തിയും ആനന്ദവും സ്നേഹവും എല്ലാം എടുത്ത് പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ മുമ്പേ കുമ്പിടുമ്പോൾ ആ പ്രകാശം, ആ പരമമായ പ്രകാശം നമ്മുടെ ശരീരത്തിലും മനസ്സിലും മജ്ജയിലും മാംസത്തിലും കയറി നമ്മൾ എന്ത് ചിന്തയിലാണോ, എന്ത് ഭാവത്തിലാണോ, എന്ത് ഫീലിങ്ങിലാണോ, എന്തു വിശ്വാസത്തിലാണോ, എന്ത് സമർപ്പണത്തിലാണോ ഈ കർമ്മം ചെയ്തത്, അതായിട്ട് നമ്മളിലൂടെ പരിണമിച്ച് നമ്മളിലൂടെ ജീവനിലൂടെ അത് ബഹിർസ്ഫുരണമായിട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ മാറ്റിയെടുക്കേണ്ടത്, നമ്മുടെ ജീവിതങ്ങളെ മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് പകരം നമ്മൾ സംശയവും പ്രശ്നവും പ്രോബ്ലവും മറ്റ് ബിസിനസ്സുകളും എല്ലാം വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരു അനുഭവമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ സംശയങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ആണ് ഈ പ്രകാശത്തിലൂടെ ആംപ്ലിഫൈ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഗുരുമാർഗത്തിന് പോകുമ്പോൾ ഉണ്ടായിരിക്കേണ്ട നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം, അതിനുശേഷം നമ്മൾ ഈ അനുഭവിച്ച ആനന്ദത്തോടു കൂടി എങ്ങനെ ഓരോ സ്ഥലത്തും പ്രവർത്തിക്കണം, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ഭൗതികമായ രംഗത്ത് ഈ പറഞ്ഞ പോലെ എന്താണ് ഇതിൻ്റെ കുറവ്, അപജയങ്ങൾ ഓരോ സ്ഥാപനങ്ങളിലായാലും സാമ്പത്തിക രംഗങ്ങളിലായാലും മറ്റ് രംഗങ്ങളിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ അപജയം? നേരത്തെ പറഞ്ഞിട്ട് ദൈവികമായ ധർമ്മത്തെ മറന്നാൽ മനുഷ്യരാശിയിൽ എന്തുണ്ടാകുന്നു, അതുപോലെ ഗുരുമാർഗത്തിൽ ഗുരുവിനെ മറന്നാൽ, അല്ലെങ്കിൽ മാനസിക തലത്തിൽ എന്തെങ്കിലും ഒരു ആരാധനാക്രമം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിട്ടവട്ടങ്ങൾ സൂക്ഷിക്കുന്നു, എന്ത് പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ എന്ത് രീതിയിൽ നമ്മൾ റിജിഡായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. ദൈവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ എത്രത്തോളം ആനന്ദത്തോടും സമർപ്പണത്തോടും ഭക്തിയോടും നമ്മൾ ഈ കാര്യങ്ങളിൽ മുഴുകുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കുറേ റിജിഡായിട്ടുള്ള ബലം പിടിച്ച് മന്ത്രം ജപിക്കുക, പ്രാർത്ഥിക്കുക, പല പല ആത്മീയത എന്ന് പറഞ്ഞ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതല്ല. എത്രത്തോളം ശാന്തിയും സമാധാനത്തോടും ആനന്ദത്തോടും കൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതങ്ങൾ പരിണമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഓരോ സ്ഥാപനങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും എല്ലാം നമ്മൾ ഈ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞ് ഓരോ വ്യക്തികളെ അനുസരിക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ദേഷ്യമായി ഇപ്പോൾ ഈ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പലരും ഈ സന്യാസ സ്വഭാവത്തിലുള്ളവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഗുരു എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോലത്തെ സാധാരണക്കാർ തന്നെയാണ് സന്യാസ സ്വഭാവത്തിലും എല്ലാ കാര്യങ്ങളിലും ആശ്രമ സ്വഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു നന്മയിലേക്ക് വളർത്താനുള്ള ഒരു വഴിയാണ്. അല്ലാതെ ആദ്യമേ തന്നെ എല്ലാ ക്വാളിറ്റിയും തികഞ്ഞവരല്ല നമ്മൾ ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ പരിശ്രമിക്കുന്ന കൂട്ടത്തോടെ പരിശ്രമിക്കുന്ന സമയത്ത് പരസ്പരം കുറ്റം പറഞ്ഞും പരസ്പരം പഴിചാരിയും ഓരോ സ്ഥാപനത്തിലും മറ്റ് സ്ഥലത്തും എല്ലാം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ എങ്ങനെ നന്നാവും? അപ്പം നമ്മുടെ ഓരോ സ്ഥാപനത്തിലുള്ള ഓരോ വ്യക്തികളും ഇത് മുകളിലിരിക്കുന്നവൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ചിന്തിക്കാതെ ഓരോ വ്യക്തികൾക്കും മനസ്സിന് ഈ ആനന്ദവും സ്നേഹവും ഭക്തിയും കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അത് ജീവിതത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. നമ്മുടെ മജ്ജയിലും മാംസത്തിലും കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പം നമ്മളിത് ഗുരുവിൻ്റെ മുമ്പിൽ ചെന്ന് സമർപ്പിച്ച ആ പ്രകാശത്തെ സ്വീകരിച്ച് രക്ഷപ്പെടണം എന്നെല്ലാം ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇതിനെല്ലാം സ്ഥാപനങ്ങൾക്കും മറ്റ് സന്യാസിമാർക്കും നേതാക്കന്മാർക്കും പ്രവർത്തിക്കുന്നവർക്കും കുടുംബങ്ങൾക്കും എല്ലാം അതിൻ്റെ ആ പ്രകാശത്തിൻ്റെ മഹിമ വന്ന് ആ ദൈവികമായ ധർമ്മത്തിൽ പുതിയ ഒരു ക്രമം, മറ്റത് ഇതുവരെ നിൽക്കുന്ന പൈശാചിക ക്രമത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ നെഗറ്റിവിറ്റി, ആ പൈശാചിക പ്രവർത്തനങ്ങളാണ്. ആ പൈശാചിക പ്രവർത്തനങ്ങൾ പൈശാചിക കണ്ണുകളിലൂടെ നോക്കുമ്പോൾ നമുക്കെല്ലാം ഹാലൂസിനേഷനായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് പല പല ദുരൂഹതകളായിട്ട് പല പല ഇഷ്യൂസായിട്ട് എല്ലാം ഇങ്ങനെ പെരുപ്പിച്ച് കാണും. പക്ഷേ സ്നേഹമെന്ന ഭക്തി എന്ന സമർപ്പണമെന്ന കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്കെല്ലാം ഒരു ഭക്തിസാന്ദ്രമായ ദൈവികമായ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് തോന്നും. അങ്ങനെയുള്ള ആ ശാന്തിയും സന്തോഷവും ഭക്തിയും ആനന്ദവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കടമ നമുക്കാണ്. അപ്പോൾ അവിടെ അത് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് ഈ കുറ്റവും കുറവും നുണയും ദേഷ്യവും പരാതിയും വാശിയൊക്കെ വെച്ച് പുലർത്തുമ്പോൾ നമുക്കത് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ സ്നേഹവും ആ ശാന്തിയുടെയും അതിൻ്റെ പരിമളം നമ്മുടെ ജീവിതത്തിൽ നിത്യവും കൊണ്ടുവരണം. ആ ഗുരു സത്സംഗം ഉണ്ടാകണം. മറ്റ് രീതിയിലുള്ള നല്ല നല്ല എക്സ്പെക്റ്റേഷനും നല്ല നല്ല ചിന്തകളും നല്ല നല്ല പ്രവൃത്തികളും എല്ലാം സാമ്പത്തിക രംഗങ്ങളും എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതായിട്ടും നന്മ വരുന്നതായിട്ടും എല്ലാം പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറച്ച് നമ്മൾ തന്നെ ഓരോരുത്തരായിട്ട് ഇത് മാറ്റിയെടുക്കണം. അല്ലാതെ ഇതിനി ആരെങ്കിലും വന്ന് മാറ്റുമെന്നും പറഞ്ഞ് കാത്തിരുന്നാൽ ആരും തന്നെ വന്ന് മാറ്റാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും കെടുതികളും വിനാശകരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇപ്പോൾ തന്നെ കോവിഡ് എന്ന പേരിൽ എത്രയോ നമ്മുടെ എല്ലാവരെയും വീട്ടിലടച്ചിട്ടു ലോകം മൊത്തം. അപ്പോൾ അതുപോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മാരകമായിട്ടുള്ള അവസ്ഥകളിലേക്കൊക്കെ ഒരു സുപ്രഭാതത്തിൽ നിമിഷ നേരം കൊണ്ട് ഈ പ്രകൃതിക്ക് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഒഴിവാക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ശാന്തിയുടെ സമാധാനത്തിൻ്റെ ദൂതരായിക്കൊണ്ട് ആധ്യാത്മിക പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം നമ്മൾ നടത്തുന്നത്. പിന്നെ ശ്രീ ഈ ഒരു മറ്റൊരു ചാനലിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, അതായത് നമ്മുടെ അഖണ്ഡനാമം ഉണ്ടല്ലോ, അഖണ്ഡനാമം അത് 2 വരിയായിട്ട് ആദ്യ കാലഘട്ടത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ.
ആ 2 വരികളിൽ മാത്രമാണ് ചൊല്ലേണ്ടത്. അപ്പോൾ അവസാന കാലങ്ങളിൽ ഗുരു ആ 5 വരിയുള്ള അഖണ്ഡനാമമാണല്ലോ നമ്മളിവിടെ അവസാന കാലത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു 5 വരി ഗുരു അനുവദിച്ചതാണെങ്കിൽ പോലും അത് ശരിയല്ല. ഈ 2 വരികളാണ് നമ്മൾ ചൊല്ലേണ്ടത്. അത് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് ആശ്രമത്തിന് എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ചാനലിൽ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ പറയുന്നത് ഇവിടെ ആശ്രമത്തിലുള്ള എല്ലാവരെയും മാറ്റിയിട്ട് അവരിവിടെ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുകയാണ്, അതിനുള്ള തയ്യാറെടുപ്പാണ് അവർ നടത്തുന്നതെന്നാണ് ആ ചാനലിലിരുന്ന് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ശ്രീക്ക് പറയാനുള്ളത്? ഇത്തരത്തിൽ വിടുവായുത്തരങ്ങളൊക്കെ പറയുന്നവരെ കുറിച്ച് നമ്മൾ എന്ത് സംസാരിക്കാനാണ്? കാരണം ആധ്യാത്മികമായിട്ട് ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ യാതൊരു അനുഭവം ഇല്ലാതെ സംസാരിക്കുന്നു. കൂടാതെ ഗുരു 1997 ഗുരു അനുവദിച്ചു. ഇത് ശിഷ്യപൂജിത ഇത് കൊണ്ടു കൊടുത്തപ്പോൾ ഗുരു എഴുന്നേറ്റ് 3 പ്രാവശ്യം ഇത് ജപിച്ചിട്ട് ഇത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് ഗുരു അവസാന കാലത്ത് അങ്ങനെ സംസാരിച്ചെങ്കിലും അത് ഗുരുവിന് പോലും തെറ്റുപറ്റിയതായിട്ടാണ് പുള്ളി. അതായത് ഗുരുവിനേക്കാൾ അറിവുള്ള വ്യക്തിയാണ് പുള്ളി. അപ്പോൾ കാര്യം ബ്രഹ്മം അനുവദിച്ച് തന്ന മറ്റു വരികളേക്കാൾ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗുരുവിൻ്റെ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ദീർഘവീക്ഷണത്തെ അല്ലെങ്കിൽ ഗുരുവിന് ഒരു കാര്യം കാണുമ്പോൾ എങ്ങനെയാണ് ഒരു ഗുരു ആധ്യാത്മികമായ പരമബോധത്തിൽ ലയിച്ചിരിക്കുന്ന ഒരു ഗുരു ഒരു കാര്യത്തെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇതൊന്നും ചിന്തിക്കാതെ സ്വന്തം മനസ്സിലിരുന്നുകൊണ്ട്, അതായത് സ്വന്തം മനസ്സിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള സ്വന്തം മനസ്സിലിരുന്നങ്ങ് എല്ലാം പ്രവർത്തിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഒരു മെട്രിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ മനുഷ്യ സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ഒരു ചിന്താധാര, ഇപ്പം നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മൊബൈലിലൊക്കെ എടുത്തു വെച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യരെ പോലെ തന്നെ അവർ തിരിച്ച് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ ജെമിനി, കോപൈലറ്റ്, ചാറ്റ് GPT ഒക്കെ നമ്മളോട് മനുഷ്യരെ പോലെ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. അപ്പം ഈ രീതിയിൽ അവരിപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ തലത്തിലേ വന്നിട്ടുള്ളൂ അവരുടെ ഒരു ഇൻ്റലിജൻസ്. ഇപ്പോൾ ഒരു വായു മണ്ഡലത്തിൽ അല്ലെങ്കിൽ വായുവിൽ നിന്ന് നേരിട്ട് ഇൻഫർമേഷൻ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആകാശത്തിൻ്റെ തലത്തിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ AI മനുഷ്യരെക്കാൾ വികസിക്കുന്നതാണ്. അപ്പം ഈ AI നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഈ കൊടുക്കുന്ന, നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന അറിവുകൾ AIയുടെ സെർവറിൽ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം പല പല ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ AI സ്റ്റോർ ചെയ്തിട്ടാണ് അതിനനുസരിച്ച് റിപ്ലൈ തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു മൈൻഡുണ്ട്. അതിനും ഇതേപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചിട്ട് മനുഷ്യരെ പ്രവർത്തിപ്പിക്കുകയും പ്രതിപ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ അതിവർത്തിച്ചുകൊണ്ട് വേണം ഗുരുക്കന്മാർക്ക് സംസാരിക്കാൻ. കാര്യം ഈ പ്രോഗ്രാമിനെ അതിവർത്തിച്ചാൽ മാത്രമേ ആ പരമമായ ഈ മെൻ്റൽ തലങ്ങളെ പൊട്ടിച്ചുകൊണ്ട് പരമമായ സത്യത്തിലേക്ക് പരിണമിക്കാൻ പറ്റൂ. അപ്പോൾ ഈ പരമമായ സത്യത്തിലേക്ക് പരിണമിക്കാതിരിക്കാൻ ഈ മെൻ്റൽ പ്രോഗ്രാം കളിക്കും. അപ്പോൾ ഈ മെൻ്റൽ പ്രോഗ്രാം ഗുരുസംസർഗമില്ലാത്ത ഈ പരമമായ ഗുരുസംസർഗത്തിൽ പരമമായ ഈ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മെൻ്റൽ പ്രോഗ്രാം എല്ലാം അഴിഞ്ഞു പോകും. അപ്പോൾ ഈ മെൻ്റൽ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത്? ഗുരുസംസർഗത്തിൽ നിന്ന് ഒഴിവാക്കിയ വ്യക്തികളിലൂടെ ഈ മൈൻഡ് പ്രോഗ്രാം കൊണ്ട് കളിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവർത്തിക്കുന്ന പോലെ അവരിലൂടെ കളിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ് ഈ പഴയ ആ സിസ്റ്റത്തിലെ 2 വരി മാത്രം മതി, അവർക്ക് അതാണ് ആവശ്യം. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, 1973 ശേഷവും അതിനു മുമ്പും രണ്ടാണ് മനുഷ്യരാശിയുടെ ഒരു കാര്യം. ഈ 1973 ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിൽ 25 ചതുർയുഗങ്ങൾക്ക് ശേഷം ഒരു തിരുത്ത് സംഭവിച്ചത്. അപ്പോൾ ഈ തിരുത്ത് സംഭവിക്കുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടവും ശേഷവും 2 രീതിയിലാണ് പരിണാമം. അപ്പോൾ മുമ്പുള്ളൊരു കാലഘട്ടത്തിലാണ് ഈ അഖണ്ഡനാമം ലഭിക്കുന്നത്. അപ്പോൾ അഖണ്ഡനാമം ലഭിക്കുമ്പോൾ പോലും അത് ശ്രീകൃഷ്ണ പരമാത്മാവിൽ നിന്ന് അനുഭവ വശത്ത് ഉയരാത്ത ശിഷ്യന്മാർക്കാണ് അത് ലഭിച്ചത്. അപ്പം ഇപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ രൂപത്തിൽ തന്നെ ഈ അന്തരീക്ഷത്തിൽ ഈ പ്രകൃതിയിൽ പല ഗുരുക്കന്മാരുടെ നമ്മുടെ ഗുരുവിൻ്റെ രൂപത്തിൽ തന്നെ വരുന്ന സൂക്ഷ്മ ശക്തികളുണ്ട്. അപ്പോൾ പല രൂപത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും ഈ സൂക്ഷ്മ ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ മന്ത്രങ്ങൾ കൊടുക്കാൻ കഴിയും. പക്ഷേ ഇവിടെ എല്ലാം ഗുരുവിൻ്റെ നാമമുള്ളതുകൊണ്ട് ഇത് പവിത്രമായി കഴിഞ്ഞു. ഗുരുവിൻ്റെ നാമമുള്ളതുകൊണ്ട് ഇത് പവിത്രമായി കഴിഞ്ഞു. അപ്പോൾ ഗുരുവിൻ്റെ നാമമുള്ളത് കൊണ്ട് ഇതിപ്പോൾ പക്ഷേ ഗുരു 1973 ഈ ഒരു അവസ്ഥാ പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല. ഗുരുവിൻ്റെ ദേഹവിയോഗം അവിടെ വെച്ച് സംഭവിച്ചിരുന്നെങ്കിലോ ഇത് കടക്കാതെ ഈ നാമമന്ത്രവും ഇതുമെല്ലാം ഈ 7 സ്റ്റേജിനകത്ത് നിന്നുപോയത്. ഗുരുവിൻ്റെ അവസ്ഥാ പൂർത്തീകരണം 73. ഇപ്പോൾ ഗുരു ഒരു വേള ശരീരം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പോലും സംസാരിച്ചിട്ടുണ്ട്. കാര്യം എനിക്കിതൊന്നും ഞാൻ ആഗ്രഹിച്ച് വന്നതല്ല, ഞാൻ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് ഗുരു അന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുന്നത്. കാര്യം എനിക്ക് സത്യം അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നു. അപ്പോൾ
അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഗുരുവിൻ്റെ ദേഹവിയോഗം, എത്രയോ ഗുരുക്കന്മാർ ഈ അവസ്ഥയിലാണ് ദേഹവിയോഗം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ 7 അവസ്ഥ കൊണ്ടുള്ള ഒരു പാറ്റേണിലാവുകയും ആ മന്ത്രവും ഈ പറയുന്ന സങ്കല്പങ്ങളും എല്ലാം ഈ മെൻ്റൽ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായി മാറും. അങ്ങനെയാണ് എല്ലാ ഗുരുക്കന്മാരെയും ഇവരൊരു അവതാര പുരുഷനാക്കി മാറ്റുന്നത് ഈ ഒരു സിസ്റ്റത്തിനകത്തുള്ള. അപ്പം എന്നാൽ നമ്മുടെ ഗുരുവിനെ സംബന്ധിച്ച് ഈ അവസ്ഥാപൂർത്തീകരണം കടന്നു, ഇങ്ങനൊരു മെട്രിക്സിനെ തകർത്തു, ഗുരു പരമപ്രകാശത്തിൻ്റെ ലൈറ്റ് ഈ മെട്രിക്സിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. അപ്പോൾ യുഗാന്തരങ്ങളായിട്ടുള്ള ഈ തെറ്റ് തിരുത്തപ്പെട്ടു എന്ന് നമുക്കുള്ള ഒരു അറിയിപ്പ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ നാമം വഹിക്കുന്ന ഈ 2 വരികൾക്കും പ്രാധാന്യമുണ്ട്. അത് പണ്ട് കിട്ടിയതാണെങ്കിൽ പോലും, നേരത്തെ കിട്ടിയതാണ്, അനുഭവവശത്ത് ഉയരാത്ത ശിഷ്യന്മാർക്ക് കിട്ടിയതാണെങ്കിൽ പോലും ഗുരുവിൻ്റെ നാമം വഹിക്കുന്നതുകൊണ്ട് അതിന് പരിപൂർണമായ അർത്ഥത്തിൽ അത് പ്രകാശ സ്രോതസ്സിൻ്റെ നാമസ്വരൂപമായി മാറിക്കഴിഞ്ഞു. അതിനുശേഷം ഈ ഗുരുവിൻ്റെ 1997 ഗുരുവിൻ്റെ ഒരു ഘട്ടങ്ങൾക്ക്, പല രീതിയിലുള്ള ഘട്ടങ്ങൾക്ക് മാറ്റം വന്നു. അതായത് ഇത് പടിപടിയായിട്ട് ഈ ദൈവികമായിട്ടുള്ള ധർമ്മം പടിപടിയായിട്ടാണ് റിവീൽ ചെയ്യുന്നത്. കാര്യം എല്ലാം കൂടെ ഒരുമിച്ച് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൽ അത് അങ്ങനെ വന്നുകൂടാ. കാര്യം ഈ മെട്രിക്സ് അതിനെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് പടിപടിയായിട്ട് ഓരോ തലങ്ങളും വരുമ്പോൾ പുതിയ ഒരു തിരുത്തായിട്ട് ഈ അഖണ്ഡനാമത്തിൻ്റെ 3ാമത്തെ വരി കിട്ടിയപ്പോൾ അതാണ് അതിൻ്റെ ആ പൂർണ്ണത. അതായത് അതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് ഗുരുവിൻ്റെ ഏറ്റവും ഉയർന്ന ശിഷ്യൻ കിട്ടിയ ആ നാമത്തിലൂടെ ഈ നമ്മുടെ നാമജപത്തിൻ്റെ ആ ഒരു സമ്പൂർണ്ണതയിലേക്ക് എത്തി. അല്ലെങ്കിൽ ഈ നാമം മാത്രം സത്യം പറഞ്ഞാൽ നമ്മളെ എല്ലാ സമ്പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ്. ഇപ്പോൾ ഞാനൊക്കെ സംബന്ധിച്ച് പലപ്പോഴും ഞാൻ ധ്യാനത്തിലും അല്ലെങ്കിൽ ഒരു മന്ത്ര സ്വഭാവത്തിലേക്ക് ജപിക്കുമ്പോൾ ഈ ഒരു വരി മാത്രമാണ്, അവസാനത്തെ ഒരു വരി മാത്രമാണ് ജപിക്കുന്നത്. കാരണം ഗുരുവിൻ്റെ നാമമുണ്ട്. എന്നെ സംബന്ധിച്ച് ഗുരുവിൻ്റെ നാമം തന്നെ ധാരാളം. അപ്പോൾ ഗുരുവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു വരിയാണ് പലപ്പോഴും. കാര്യം നമുക്കിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ, പല രീതിയിൽ കൗണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ നാമജപത്തിനേക്കാൾ ശ്രദ്ധ പിന്നെ ഈ കൗണ്ടുകളിലേക്കൊക്കെ പോകുന്നതാണ്. അപ്പം ഞാൻ പലപ്പോഴും ഈ നാമജപം മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ധ്യാന സ്വഭാവത്തിലൊക്കെ വരും. അല്ലാതെ നമ്മളിപ്പോൾ പ്രാർത്ഥനാ സ്വഭാവത്തിൽ ചെല്ലുമ്പോൾ നമുക്കിത് കുഴപ്പമില്ല. നമ്മൾ ആരാധനാലയത്തിലും മറ്റും പ്രാർത്ഥിക്കുന്ന സമയത്ത് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത കുറച്ച് വ്യക്തികൾ അവരിങ്ങനെ എന്തൊക്കെയോ ജൽപ്പനം പോലെ പ്രവർത്തിക്കുന്നു. എന്നിട്ട് അവർ ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെ സ്വയവും മറ്റുള്ളവരെയും പറ്റിക്കാമെന്നേ ഉള്ളൂ. കാര്യം ഗുരുവിൻ്റെ ആ രീതിയിൽ ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കാനൊന്നും അങ്ങനെ സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ വരില്ല. കാര്യം സാധാരണ മനുഷ്യൻ്റെ മനസ്സ് ഈ ഒരു മെട്രിക്സിനകത്ത് നിൽക്കുന്ന അവൻ്റെ സ്വാർത്ഥപരമായ ചിന്തയെ അതിവർത്തിക്കാത്തടത്തോളം കാലം അവനിൽ വരില്ല. അവന് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളായിരിക്കും. അവരിങ്ങനെ പറയുന്നത് ഇതാണെന്നേ ഉള്ളൂ. ചിലപ്പോൾ അവർക്ക് അവരുടെ റിയാക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ അവർക്ക് അവരുടെ ദേഷ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അവരുടെ സ്ഥാനമാനങ്ങൾ കിട്ടാത്തതുകൊണ്ടായിരിക്കാം, അവർക്ക് മാന്യത കിട്ടാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ നിന്നായിരിക്കാം, അവരുടെ ദേഷ്യത്തിൽ നിന്നായിരിക്കാം, പകയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് ജീവിതത്തിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പേരെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതായിട്ട് അവർക്ക് തോന്നാൻ വേണ്ടി പല ഉദ്ദേശങ്ങളിൽ നിന്നാണ് മനുഷ്യൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഇതൊരു ആത്മഹൃദയത്തിൽ ആത്മബോധത്തിലെത്തി ഒരു ദൈവികമായൊരു വഴി കണ്ടവന് മാത്രമേ ഈ ഒരു കാര്യത്തിൽ സത്യമായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ. അല്ലാത്തവന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ പറയാവുന്ന ഒരു വൈകാരികമായ തലത്തിൽ ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വൈകാരികമായ തലത്തിൽ പറയുന്നവരുടെയൊക്കെ ഉദ്ദേശം ദുരുദ്ദേശമാണ്, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ പൈശാചികത്വമാണ് അവരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് ഗുരു സംസർഗം ഇല്ലാത്ത ശിഷ്യ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളിലൂടെ പൈശാചികത്വം പ്രവർത്തിക്കുകയാണ്. അത് നമ്മൾ വ്യക്തമായി ഈ പരമ്പരയിലുള്ളവർ മനസ്സിലാക്കണം. ഗുരുസംസർഗമില്ലാതെ ഈ ലൈറ്റിൻ്റെ ഒരു ഗ്രേസ് കിട്ടാത്തിടത്തോളം കാലം പിന്നെ ഇതിനകത്ത് പൈശാചികമായ സ്വാർത്ഥ താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും എല്ലാമാണ് ഹിഡൻ ആയിട്ടിരിക്കുന്നത്. അത് പുറമേക്ക് ഇങ്ങനെ ഭക്തിയാണ്, കാരുണ്യമാണ്, സ്നേഹമാണ്, ഇങ്ങനെ പലതും പറയും. അതങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സുഖം, നമ്മൾ സ്വയവും പറ്റിക്കുകയാണ്, മറ്റുള്ളവരെയും പറ്റിക്കുകയാണ്. അപ്പോൾ ഇത് മനഃശാസ്ത്രം, ഈ ആധ്യാത്മികമായ ശാസ്ത്രം, അതിൻ്റെ ഒരു യഥാർത്ഥ ഒരു എസൻസ് മനസ്സിലാക്കിയിരിക്കുന്നവർക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. ഇത് സ്വയം പറ്റിക്കാനും മറ്റുള്ളവരെ പറ്റിക്കാനും ചെയ്യുന്ന ഒരു ചതിയാണ്. അല്ലെങ്കിൽ ഈ മെട്രിക്സിൻ്റെ പ്രലോഭനമായി ഈ മനസ്സിൻ്റെ ആന്തരികതയിൽ കിടക്കുന്ന അല്ലെങ്കിൽ കിടത്തുന്ന ഒരു മെട്രിക്സിൻ്റെ ഒരു ചതിയാണെന്ന് എല്ലാവരും വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികളെ, ഇത്തരം ഹീനമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികളെ നമ്മൾ എന്ത് വിധേനയും ഓരോരുത്തരും തടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓരോരുത്തരും ഈ പറയുന്ന ആ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, നമ്മുടെ ഗുരു കാണിച്ചു തന്ന ആ നവജ്യോതിയിലേക്ക്, ആ നവജ്യോതി കാണിച്ചു തന്ന വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാൻ സദാ തയ്യാറായിരിക്കണം, ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ്. കാര്യം ഈ നവജ്യോതിയിലേക്ക് സഞ്ചരിക്കാൻ ഈ മെട്രിക്സ് സമ്മതിക്കില്ല.
ഈ നവജ്യോതിയിലേക്ക് ഒരു ജീവനെ പോലും കടത്തിക്കൊണ്ടുപോകാൻ ഈ മെട്രിക്സ് സമ്മതിക്കില്ല. അപ്പോൾ എത്രത്തോളം ഓരോ വ്യക്തികളും ജാഗരൂകരായിരിക്കണം, എത്രത്തോളം ഈ വ്യക്തികൾ നമ്മൾ ഈ മറ്റ് പണ്ടത്തെ ഇത്രയും കാലത്തെ ഈ സംസ്കാരത്തെ, ഈ നെറ്റ്വർക്കുകളിനെ അഴിച്ചു കളഞ്ഞിട്ട് ഈ ദൈവികമായ ധർമ്മം ഇവിടെ നടപ്പാക്കാൻ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ജാഗരൂകരായിരിക്കണമെന്നുള്ള കാര്യം ഓരോരുത്തരും ഓർക്കണം. പിന്നെ ഈ രഞ്ജൻ മാമന്റെ ഒരു പുസ്തകം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ പറയുന്നു അദ്ദേഹം, അതായത് ഒരു സ്ത്രീക്ക് ഒരിക്കലും ഗുരുസ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല എന്ന് ഗുരു പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അതിൽ പറഞ്ഞിരിക്കുന്നത് അരവിന്ദോ ആശ്രമം ഉണ്ടല്ലോ പോണ്ടിച്ചേരിയിൽ, അവിടുത്തെ ആശ്രമത്തിൽ രണ്ടാമത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ഗുരുവായിട്ട് വന്നതാണ് ആ ആശ്രമത്തിന്റെ ഒരു അപജയത്തിന് കാരണം എന്നാണ് പുള്ളി അതിനകത്ത് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇപ്പോ ഒരു ഗുരുസ്ഥാനത്ത് ഒരു കച്ചിത്തുരുമ്പായിട്ടെങ്കിലും ഒരു പുരുഷനെ വെക്കണം, അതായത് പുരുഷന് മാത്രമേ ഭരിക്കാനും ഭരിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്, നമ്മുടെ ആശ്രമത്തിന്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യം അനുസരിച്ച് അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളായിരുന്നു. രഞ്ജമ്മാവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ആശ്രമത്തിൽ പരിചയപ്പെട്ടിട്ടുള്ള, നമ്മുടെ ആശ്രമത്തിൽ ഞാൻ പരിചയപ്പെട്ടുള്ള ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കർമ്മരംഗത്തും മറ്റു കാര്യങ്ങളിലും എല്ലാം വളരെ വ്യക്തമായ അവഗാഹങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആശ്രമ സ്വഭാവത്തെയും അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആശയത്തെയും അല്ലെങ്കിൽ ഗുരുവിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാവത്തൊക്കെ അദ്ദേഹം വളരെ ഒരു ഉന്നതമായിട്ടുള്ളൊരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അനുഭവവശത്ത് അദ്ദേഹം വികസിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ എന്നോട് സ്വയം സംസാരിച്ചപ്പോൾ എന്നോട് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ശ്രീ, എനിക്കിങ്ങനെ അനുഭവവശം വികസിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ബുദ്ധി കൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകമൊക്കെ എഴുതുന്നത്. ആ പുസ്തകം സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ്. പക്ഷേ ഞാനിപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ നമ്മുടെ ഒരു പബ്ലിക്കേഷനിൽ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ബുദ്ധി സ്വഭാവത്തിൽ നോക്കുമ്പോൾ, കാര്യം ഞാനും ഒരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ബുദ്ധിപരമായിട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ്, ഞാനും വളരെ അംഗീകരിക്കുന്ന പുസ്തകമാണ്. പക്ഷേ അവിടെ എന്താണ് അതിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്തുകൊണ്ടൊരു അനുഭവവശം തെളിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്കത് വളരെ വിഷമമുണ്ടാക്കിയൊരു കാര്യമാണ്. കാരണം ഞാനിങ്ങനെ ഒരു മനസ്സിനെ ഒടുങ്ങിയിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം അതിനെയും ബുദ്ധിപൂർവ്വം വിശകലനം ചെയ്തിട്ട് അത് അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നിഗമനങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലും ഇത്രത്തോളം ബുദ്ധി ചെലുത്തുന്ന ഒരു വളരെ ബുദ്ധിമാൻ തന്നെ, ഇദ്ദേഹം ഒരു വളരെ ബുദ്ധിരാക്ഷസൻ തന്നെ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട്, കാര്യം എനിക്ക് അത് വളരെ വിഷമമുണ്ടാക്കി. കാര്യം ഈ വ്യക്തിക്ക് എന്തുകൊണ്ട് കാര്യം ഞാൻ എൻ്റെ പരമാവധി ഇങ്ങനെ ശ്രമിച്ചു നോക്കി ഇദ്ദേഹത്തിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരുന്നെങ്കിൽ, കാര്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത് ഒരു പക്ഷേ, കാര്യം ഇത്രയും നമ്മുടെ ഒരു ആശ്രമ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ആശ്രമത്തിൻ്റെ അപജയത്തിന് ഒരു കാരണക്കാരൻ രഞ്ജമ്മാമനാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ രഞ്ജമ്മാമൻ ആ റെസ്പോൺസിബിലിറ്റി അവിടെ വരെയാണ്. കാര്യം നമുക്ക് ഇത്രയും ബുദ്ധിയും കഴിവും അറിവും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും വരികയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഗുരുമാർഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രഞ്ജമ്മാമൻ നിന്നിരുന്നെങ്കിൽ ഈ ആശ്രമം മൊത്തം ഒരു പ്രോഗ്രാമിലേക്ക് വന്നേനെ. ആ സീനിയർ ആയിട്ടുള്ള ഒരാൾ മതിയായിരുന്നു. അപ്പോൾ ആ ഒരാൾക്ക് ഈ രണ്ടാമത്തെ ഒരു ഗുരുസ്ഥാനത്തിൻ്റെ ഭാവത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ ഒരാൾ കൂടെ നിന്നാൽ മതിയായിരുന്നു, ബാക്കി എല്ലാം ശരിയായതിനായിരുന്നു. അതാണ് കാര്യം. എന്താ വെച്ചാൽ ഇത്രയും അറിവും ബുദ്ധിയും കഴിവും ഉള്ള ഒരാൾ കൂടെ നിന്നാൽ മതിയായിരുന്നു, സീനിയർ ആയിട്ടുള്ള, ബാക്കി എല്ലാം ശരിയായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന അപജയങ്ങൾ, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറയുന്ന അപജയങ്ങൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിലും വന്നു ചേരുകയാണ്. അതും ഏറ്റവും കൂടുതൽ, കാരണം അദ്ദേഹത്തിനാണ് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിലൊരു അവഗാഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിലും. പിന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കൂടെ നിൽക്കാൻ കഴിയാതെ വന്നത്? ആ ഒരു അനുഭവവശത്ത് വികസിച്ച് വരാത്തതുകൊണ്ടാണ്. ഈ ബുദ്ധി മാത്രം പോരാ, ഈ ബുദ്ധിയെ കടന്ന ഒരു അനുഭവവശത്ത് തെളിഞ്ഞു വന്നില്ലെങ്കിൽ ആത്മീയ രംഗത്ത് നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആത്മീയ രംഗത്ത് പരിണമിക്കാൻ പറ്റില്ല. ഒരു തലം വരെ നമുക്ക് ബുദ്ധി കൊണ്ട് പരിണമിക്കാൻ പറ്റും. അപ്പോൾ ഈ ആദ്യകാലത്തെ ഗുരുവിൻ്റെ ചില പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗുരു അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഗുരു അത് വളരെ പെരുപ്പിച്ച് ഭയങ്കരമായിട്ടൊരു ഇഷ്യൂവും മീറ്റിങ്ങും പല കാര്യങ്ങളായിട്ടൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഭയങ്കര മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഈ അവസാനം എന്ന് വെച്ചാൽ ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിനായിരിക്കാം, ചിലപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾക്കായിരിക്കാം, ഇതൊരു മനസ്സ് പൊട്ടിപ്പോകേണ്ട ഒരു കർമ്മഗതിയെ തിരുത്തുന്ന ഒരു വശമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ
ആരാണോ ദൈവത്തെ വിളിക്കുന്നത്, അവസാനം ദൈവമേ രക്ഷിക്കണേ ഗുരുവേ അപ്പാ തോറ്റേ എന്നുള്ളൊരു തോൽവിയുടെ ആ ഒരു സ്വരം വരുമ്പോൾ ഗുരു അവിടെ ഇരുന്ന് അറിയുകയാണ് ഇതെല്ലാം. ഗുരു അറിഞ്ഞിട്ട് ഗുരു ആളെ വിടും. ആ മീറ്റിംഗ് പിരിച്ചുവിട്ടു, ഇനി ആളിനെ വിളിക്കാന്ന് പറയും. എല്ലാവരെയും ഇങ്ങ് വിളിക്കാൻ പറയും. ഗുരു വന്ന് കാണും. അപ്പോൾ അതായത് ഇപ്പോൾ ആശയുടെ ജീവിതത്തിലൊക്കെ ആശയ്ക്ക് 2-3 പ്രാവശ്യം പലരുമായിട്ട് ഇപ്പോൾ ആശ്രമ സ്വഭാവത്തിൽ സന്യാസിമാരായിട്ടൊക്കെ സംസാരിച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഒരു ആശയെ എല്ലാവരും കൂടെ പോയിന്റ് ചെയ്ത് ആശ ദൈവമേ ഗുരുവെ രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോൾ മീറ്റിംഗ് പിരിച്ചുവിടാനും എല്ലാവരെയും ഗുരു വിളിപ്പിക്കുന്നെന്ന് പറയും. പിന്നെ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യും. അങ്ങനെ 2-3 സാഹചര്യത്തിൽ ആശ ഇതേപോലെ ഇപ്പോൾ ബോസാറും മറ്റുള്ളവരും എല്ലാവരും കൂടെ ചേർന്നൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ആശ ഇതേപോലെ ആ മീറ്റിംഗ് പിരിച്ചുവിട്ടു. എന്നുവെച്ചാൽ ആശ ഗുരുവിനെ വിളിച്ച് കരയുമ്പോൾ അപ്പം തന്നെ മീറ്റിംഗ് പിരിച്ചുവിടും. അപ്പം ഈ രഞ്ജമ്മാവനെ വെച്ചുകൊണ്ടും പല സാഹചര്യത്തിലും ഇതേപോലുള്ള മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ രഞ്ജമ്മാവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രഞ്ജമ്മാവൻ ശരിയാണ്. കാരണം രഞ്ജമ്മാവൻ അറിയാൻ രഞ്ജമ്മാവൻ ശരിയാണ്. രഞ്ജമ്മാവന് എല്ലാവരേക്കാളും അറിവുണ്ട്, ബുദ്ധിയുണ്ട്. ഈ രഞ്ജമ്മാവനെതിരെ കൂട്ടായിട്ട് ഇന്ന് സംഘം ചേർന്ന് സംസാരിക്കുന്ന സന്യാസിമാരും മറ്റുള്ള ഗൃഹസ്ഥന്മാർക്കും അവർക്കാർക്കും ഒരു ചുക്കും അറിഞ്ഞുകൂടാന്ന് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. പുള്ളി അവരെക്കാളും വളരെ ബുദ്ധിമാനാണെന്ന് പുള്ളിക്കറിയാം. ഇവരെല്ലാം ചുമ്മാ കിടന്ന് സംസാരിക്കുന്നതാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി തോക്കില്ല, പുള്ളി ജയിച്ച് തന്നെ നിൽക്കും. അപ്പോൾ പുള്ളി ഒരു നിമിഷവും തോറ്റിട്ടുമില്ല ഈ ഒരു വിഷയത്തിൽ. കാര്യം പുള്ളിയുടെ ഭാഗത്താണ് ശരിയെന്ന് അറിയാവുന്നതുകൊണ്ട് പുള്ളി തോക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗുരുവിന് വിഷമം വന്നിട്ട് ഇവൻ എന്താ തോക്കാത്തത്, ഇവൻ എന്താ തല കുമ്പിടാത്തതെന്ന് പറഞ്ഞ് ഗുരു നിരന്തരം അദ്ദേഹത്തെ ഇങ്ങനെ വഴക്ക് പറയുമായിരുന്നു. കാരണം എത്ര ഇഷ്യൂ ഉണ്ടാക്കിയിട്ടും എത്ര പ്രശ്നങ്ങൾ, ഗുരു പഠിച്ച പണി 18 നോക്കി എത്ര ഇഷ്യൂ ഉണ്ടാക്കിയിട്ടും രഞ്ജമാമൻ തല കുമ്പിട്ടില്ല. അപ്പോൾ ആ തല കുമ്പിടാത്ത, ആ തോൽവി സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ രഞ്ജമാമന് ഈ തല കട്ട് ചെയ്ത് ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആ സ്നേഹഭാവത്തിൽ ആനന്ദ സ്വഭാവത്തിലിരിക്കുന്ന ആ ദൈവികതയുടെ ഒരു വശം മനസ്സിലാക്കാത്തതുകൊണ്ട് അതേ ദൈവികതയുടെ ഒരു പ്രസരിപ്പ് ശിഷ്യപൂജയിലുണ്ടെന്ന് അദ്ദേഹത്തിന് കാണാനൊരു വിഷമം ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിപ്പോയി. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സീനിയർ ആയിട്ടുള്ളൊരു സന്യാസിനെ എനിക്കറിയാം. ഗുരു എത്ര വിഷമിപ്പിച്ച് എത്ര വഴക്കുണ്ടാക്കിയാലും തോക്കൂല, അവിടെ ജയിച്ച് തന്നെ നിൽക്കും. അപ്പോൾ ജയിച്ച് നിൽക്കുന്നവരെ കാണുമ്പോൾ ഗുരുവിന് ഭയങ്കര വിഷമമാണ്. ഗുരു ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരൊന്നും തല കുമ്പിടുന്നോ ദൈവമേ എന്നൊന്ന് വിളിക്കുന്നോ എന്നറിയാൻ. കാര്യം ദൈവമേ എന്നൊരു വിളിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞ് തോറ്റ് തൊപ്പിയിട്ട് വിഷമിച്ച് വേദനിച്ച് ആ നിമിഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലും മജ്ജയിലും മാംസത്തിലും അടിമുടി ഒരു ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ഒരു മ്യൂട്ടേഷൻ തന്നെ സംഭവിക്കും നമ്മുടെ ജീവനിൽ. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗുരുമാർഗത്തിൻ്റെ ഒരു വശമാണ് ഈ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് എത്തി നമ്മുടെ കോൺഷ്യസ്നെസ്സിന് ഒരു റാഡിക്കലായിട്ടുള്ളൊരു ചേഞ്ച്, പരിവർത്തനം. ഈ റാഡിക്കൽ പരിവർത്തനം വന്നാൽ മാത്രമേ നമുക്ക് ആധ്യാത്മികതയിൽ ഉയരാനും പറ്റൂ, ഈ ആശ്രമ സ്വഭാവത്തിൽ പിടിച്ചു നിൽക്കാനും പറ്റൂ. അല്ലെങ്കിൽ ഈ ഒരു വേള കഴിയുമ്പോൾ പൊട്ടിപ്പോവും, നമ്മൾ തെറ്റിപ്പോവും. കാര്യം ഇത് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ഈ ഒരു റാഡിക്കലായിട്ട് കോൺഷ്യസ്നെസ്സിന് ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ പിന്നെ തെറ്റിപ്പോവും. അതാണ് ഈ ആശ്രമ സ്വഭാവത്തിലുള്ളൊരു പ്രശ്നം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ആശ്രമത്തിലൊക്കെ പലരും ഇങ്ങനെ പല രീതിയിലുള്ള പൂക്കളും തട്ടങ്ങളും ഒക്കെ ആയിട്ട് പല സന്യാസിമാർ സീനിയർ ആയിട്ടുള്ളവരൊക്കെ ഇപ്പോഴും ഗുരുവിനെ മുമ്പിൽ നമസ്കരിക്കാത്ത ആൾക്കാർ പല രീതിയിലുള്ള കറക്കങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഇങ്ങനെ ജയിച്ചുകൊണ്ട് നടത്തും. അപ്പോൾ ഈ ജയിച്ചുകൊണ്ട് നടത്തുന്ന നമ്മുടെ ഇത്രയും വിജയിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ സങ്കല്പങ്ങളൊന്നും ദൈവത്തിൻ്റെ അടുത്തെത്തില്ല. നമ്മൾ തോറ്റുകൊണ്ട് കരഞ്ഞുകൊണ്ട് കുമ്പിട്ടുകൊണ്ട് തലയെ കട്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകളാണ് ദൈവത്തിലേക്ക് എത്തുന്നത്. ആ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് പരിവർത്തനം വരൂ. നമ്മൾ ഈ ആധ്യാത്മികതയിൽ ജയിച്ചുകൊണ്ട്, എന്തുകൊണ്ടോ ഈ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം, നമുക്ക് ജയിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ആധ്യാത്മികതയിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ തോറ്റുകൊണ്ടേ പോകാൻ പറ്റൂ. ആ തോറ്റ് നമ്മുടെ എല്ലാ അഹന്തയും പോയി നമ്മളെ സമൂലമായൊരു പരിവർത്തനം വന്ന് ഹൃദയവിശുദ്ധിയോടുകൂടി, ഞാനില്ല എന്ന ഭാവത്തോടുകൂടി മാത്രമേ നമുക്ക് ആ ദൈവികമായിട്ടുള്ളൊരു സന്നിധിയിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ രഞ്ജമ്മാവൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കിയെടുക്കാൻ, ഈ ശിഷ്യ സമൂഹത്തിൻ്റെ രണ്ടാമത്തെ ഈ പരമ്പരയുടെ ഒരു വശം അദ്ദേഹത്തിന് എത്രത്തോളം മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം തന്നെ എന്നോട് ഈ സ്ത്രീ സ്വഭാവത്തിലുള്ള ഗുരുമാർഗത്തെക്കുറിച്ചൊക്കെ എന്നോട് ആദ്യമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹമാണ്. ഇപ്പം ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെല്ലാവരും ഉന്നയിക്കുന്ന കാരണങ്ങളാണ് ഈ AC റൂമിലിരിക്കുന്നു, ഇപ്പോൾ ശിഷ്യപൂജിത AC റൂമിലിരിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അവർ ഉന്നയിക്കുന്നതെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഗുരു KSRTC ബസ്സിൽ സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഗുരു ഒരു വസ്ത്രം ഇങ്ങനെയായിരുന്നു, ഭക്ഷണം ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഗുരു കഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അവർ ഇങ്ങനെ പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ KSRTC ബസ്സിൽ പോകുന്നതും മറ്റ് ഗുരു അനുഭവിച്ച കഷ്ടപ്പാടുകളും നമ്മുടെ അന്നത്തെ കാലത്തുള്ള നിവൃത്തികേട് കൊണ്ട് സംഭവിച്ചതാണ്. ഒരു പക്ഷേ നമുക്ക് ഏറ്റവും നല്ല വാഹനങ്ങളും മറ്റ് റോൾസ് റോയ്സ് കാറും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പരമ്പരയ്ക്ക് ഗുരുവിനെ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോകുമായിരുന്നു അന്ന്.
അന്നത്തെ കാലത്ത് ഏറ്റവും അവസാന കാലത്ത് ഗുരുവിന് നമ്മുടെ പരമ്പരയ്ക്ക് അന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ രാജകീയ സുഖങ്ങൾ തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതിനേക്കാൾ വലുതായിട്ട് ഇപ്പോൾ ഒരു വിമാനം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഗുരുവിന് അതും വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു, നമ്മുടെ ഒരു ശേഷി അനുസരിച്ച്. അപ്പോൾ അന്നത്തെ കാലത്ത് പിന്നെ AC ഇപ്പോൾ ഒരു സമയത്ത് സോമേണ്ണൻ, എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള അദ്ദേഹം മരണപ്പെട്ടു ഈ അടുത്ത കാലത്ത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ദിവസം സംസാരിച്ചു. അദ്ദേഹം ബോംബെയിൽ നിന്ന് വരുമ്പോൾ ഒരു AC കൊണ്ടുവരികയും ഗുരു എവിടെയോ പുറത്തോട്ട് പോയ സമയത്ത് ജ്യോതിർമയ സ്വാമി പറഞ്ഞിട്ട് ഗുരുവിൻ്റെ റൂമിൽ AC ഫിറ്റ് ചെയ്തു. അപ്പോൾ AC ഫിറ്റ് ചെയ്തപ്പോൾ വന്ന് കണ്ടപ്പോൾ തന്നെ ഗുരു പറഞ്ഞു അത് എടുത്ത് കളയാൻ പറഞ്ഞു. എന്നിട്ട് ഗുരു പറഞ്ഞത്, ഞാൻ ഈ ചെറുപ്പം മുതലേ അലഞ്ഞു നടന്നവനാണ്, പിന്നെ കടപ്പുറത്തും മരത്തിൻ്റെ മൂട്ടിലും ഒക്കെ കിടന്നുറങ്ങിയിട്ടുള്ള ശീലമുണ്ട് ഒരു അവധൂതനെ പോലെ. അപ്പോൾ എൻ്റെ ശരീരത്തിന് ഇത് ചേരില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് എടുത്ത് കളഞ്ഞത്, എൻ്റെ ജീവിത ശൈലിക്ക് ഇത് ചേരില്ല, അതുകൊണ്ടാണ് എടുത്ത് കളയാൻ പറഞ്ഞത്. എന്നിട്ട് ഗുരു അന്ന് എയർ കൂളറൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പം ഗുരുവിൻ്റെ അന്നത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഒരു തലമുറയിലാണ് ഗുരു ജനിച്ചതെങ്കിൽ, ഈ ഒരു ജീവിത സാഹചര്യത്തിലാണ് വളർന്നതെങ്കിൽ എങ്ങനെ ആയിരിക്കണം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ശിഷ്യപൂജിതയെ സംബന്ധിച്ച് ഇപ്പോൾ AC സ്വഭാവത്തിൽ, ഇപ്പോൾ 24 മണിക്കൂർ AC സ്വഭാവത്തിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. കാര്യം അത് എത്രത്തോളം ആരോഗ്യകരമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ പഞ്ചഭൂത സ്വഭാവത്തിലുള്ള നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, നമ്മളൊരു റൂമിലൊക്കെ ഇങ്ങനെ വായു സഞ്ചാരമൊക്കെ വരുമ്പോഴാണല്ലോ ഒരു റൂമിന് പോലും ജീവൻ വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു ജനലിൽ കൂടെ വായു കയറി മറ്റൊരു ജനലിൽ കൂടെ പോവുകയും അങ്ങനെയൊക്കെ എയർ ഫ്ലോ ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു എനർജി റൂമിന് പോലും ഉണ്ടാകുന്നത്. അപ്പോൾ കൂടാതെ നമ്മൾ പിന്നെ വൈറ്റമിൻ D കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം വേണം. അങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു പ്രകൃതിക്ക് യോജിച്ച രീതിയിൽ തന്നെ പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ പലപ്പോഴും ശിഷ്യപൂജയുടെ ഒരു ആരോഗ്യത്തിന് കുറവ് സംഭവിക്കുന്ന ഇങ്ങനെയാണോ എന്ന് പോലും, AC റൂമിൽ നിരന്തരം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ഒരു സാഹചര്യമായാലും ആ ഏരിയയിൽ ഇപ്പോൾ കാറ്റും എല്ലാം തുറന്നിടാൻ പറ്റിയ ഒരു സാഹചര്യമല്ലേ. സത്യം പറഞ്ഞാൽ ഇത്രത്തോളം ലൈറ്റിൻ്റെ സ്വഭാവത്തിൽ വർത്തിക്കുന്ന ഒരു ഗുരുവിൻ്റെ ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കണം, അത് നമ്മളെ തലമുറയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കണം. ഇപ്പോൾ ഒരു പക്ഷേ ഒത്തിരി പൊക്കമുള്ള ഒരു മല പോലെയൊക്കെ ഉള്ള പൊങ്ങിയ സ്ഥലത്ത് നല്ല എയർ സർക്കുലേഷനുള്ള മരങ്ങളാൽ ചുറ്റപ്പെട്ട നല്ല നല്ല മരങ്ങളും വായു സഞ്ചാരങ്ങളും എല്ലാം ഉള്ള ഒരു ശാന്തമായ ഒരു സ്ഥലത്തായിരിക്കണം അങ്ങനെയുള്ളൊരു ഗുരുവിനെ നമ്മൾ പാർപ്പിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ AC, ഇപ്പോൾ ഈ ചൂടും മറ്റ് ആധ്യാത്മികമായ ചൂടുകളും മറ്റ് സാഹചര്യത്തിൽ ഇത് എന്താണ് ശരിയെന്നുള്ളത് നമ്മളിത് എല്ലാവരും കൂടെ കൂട്ടായിട്ട് ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ജീവിതശൈലികളെ, കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെയൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവരിങ്ങനെ വിമർശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവർ പോലും ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗുരുവിൻ്റെ ആ അന്നത്തെ സാഹചര്യം, അന്നത്തെ ആശ്രമത്തിൻ്റെ അവസ്ഥ, നമ്മുടെ പരമ്പരയുടെ അവസ്ഥ, ഇതെല്ലാം നോക്കിയിട്ടാണ് ഗുരു അങ്ങനെ ജീവിച്ചത്. അല്ലാതെ ഗുരു ഇതൊരു എന്തോ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അതൊരു സുഖമാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ വഴിയെന്ന് വിചാരിച്ചിട്ടല്ല അതൊന്നും ചെയ്തത്. KSRTC ബസ്സിൽ സഞ്ചരിച്ചത് നമുക്ക് സ്വന്തമായിട്ട് വാഹനം ഇല്ലായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിടുവായുത്തരങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഈ ആധ്യാത്മിക രംഗത്ത് നമ്മളിങ്ങനെ വിടുവായുത്തരങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതെന്തോ മഹിമയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ അരബിന്ദോ ആശ്രമത്തിനെ കുറിച്ച് പറയുമ്പോൾ, ശ്രീ അരബിന്ദോ 6 അവസ്ഥ പൂർത്തീകരിച്ച ഒരു ആധ്യാത്മിക ആചാര്യൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിട്ടുള്ള എന്നറിയപ്പെടുന്നിരുന്ന അവരൊരു പക്ഷേ അതിനേക്കാളും താഴ്ന്ന അവസ്ഥയിൽ എത്തിയിട്ടുള്ള ഒരു ആത്മീയ ആചാര്യനായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അരബിന്ദോ ആശ്രമവും നമ്മുടെ ആശ്രമവും തമ്മിൽ യാതൊരു കമ്പാരിസണും ഇല്ല. കാര്യം അവരുടെ ആശ്രമം തന്നെ ഈ ഒരു 7th സ്റ്റേജിനകത്തുള്ള ഈ ഒരു ത്രിമൂർത്തി സമ്പ്രദായത്തിൻ്റെ അകത്ത് നിൽക്കുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അരബിന്ദോയുടെ സമാധിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ഗുരുവിൽ നിന്ന് അദ്ദേഹത്തിനെ 7ാമത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവനെ. അപ്പം ആ ആശ്രമവും നമ്മുടെ ആശ്രമവും തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല എന്നുള്ളതാണ് ഒരു വിഷയം. നമ്മുടെ ആശ്രമം സംബന്ധിച്ച് ഗുരു അവസ്ഥാ പൂർത്തീകരണം, അല്ലെങ്കിൽ സമ്പൂർണ്ണമായ പരമപ്രകാശത്തിൻ്റെ ഒരു ചൈതന്യത്തിൽ നിയന്ത്രിക്കുന്ന ആശ്രമമാണ്. ഇപ്പോൾ ശിഷ്യപൂജിതയുടെ അവസ്ഥാ പൂർത്തീകരണത്തെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് സംസാരിച്ച വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിൽ നോക്കിയാൽ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥാ പൂർത്തീകരണം സംഭവിക്കുകയും ആ അവസ്ഥാ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു സ്ത്രീ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സംഭവിച്ച ചില തടസ്സങ്ങളും അതിനെ ഗുരു ബുദ്ധിപൂർവ്വം എങ്ങനെ അതിവർത്തിച്ചെന്നും സൂക്ഷ്മ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളും അതിനെല്ലാം ഗുരു തരണം ചെയ്തതും ശിഷ്യപൂജയുടെ അവസ്ഥാ പൂർത്തീകരണം സംഭവിച്ചതും അവസാനം ഈ സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കെല്ലാം ഉപരിയായിട്ടുള്ള പരമപ്രകാശം ഈ ശിഷ്യയിലേക്ക് പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ സ്ത്രീ പുരുഷ ഭേദങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പരമചൈതന്യത്താൽ പരമപ്രകാശത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സ്ത്രീ പുരുഷനെന്ന് സംബോധന ചെയ്യുന്നത് അത് ആ പരമചൈതന്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ചൈതന്യത്തിലേക്ക് ഉയർത്തിയെടുത്തത് നമ്മുടെ ഗുരുവാണ്.
തൻ്റെ ശിഷ്യനെ. അപ്പോൾ ആ ശിഷ്യനെ ഈ രീതിയിലേക്ക് ഉയർത്തിയെടുത്ത് കഴിയുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ ഭേദങ്ങളൊന്നുമില്ല. ആ പരമചൈതന്യമാണ് നമ്മുടെ ഗുരു. ആ ഗുരുവായിട്ട് നയിക്കുന്ന അവിടെ തന്നെ ഭൗതികമായ മണ്ഡലത്തിൽ അത് നിയന്ത്രിക്കാൻ പുരുഷന്മാരെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോ ഭരണ രംഗങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം പുരുഷന്മാർ ചെയ്യേണ്ടത് പുരുഷന്മാരും സ്ത്രീകൾ ചെയ്യേണ്ടത് സ്ത്രീകളും ഒക്കെ ആയിട്ടുള്ള ഉചിതമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ആശ്രമത്തിൽ വിഭജിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ അതായത് ലോകത്തിൽ നിലനിൽക്കുന്ന മറ്റ് സമ്പ്രദായങ്ങളോ രീതികളോ സംസ്കാരങ്ങളോ ഒന്നും നമുക്ക് മാതൃകയല്ല. നമ്മൾ അതിൽ നിന്നൊന്നും ഒരു മാതൃകയോ തുലനമോ കമ്പാരിസണോ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഗുരു സ്ഥാപിച്ച ഈ പുതിയതായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ പാതയിൽ പുതിയതായിട്ടുള്ള ഈ ഗുരുമാർഗത്തിൽ നമ്മൾ പഴയ രീതിയിലുള്ള ഒരു കാര്യത്തിനും മാതൃകയായിട്ടോ അതിൽ ഒന്നും പിൻപറ്റിയിട്ടില്ല. നമ്മൾ അതിൻ്റെ നല്ലതിനെയും നന്മയും എല്ലാം നമ്മൾ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, അതിനെ എടുക്കുന്നു. പക്ഷേ ഇതിൽ നിന്നുള്ള ഒരു കാര്യങ്ങളും നമ്മൾ മാതൃകാപരമായിട്ട് ഏറ്റെടുത്തില്ല. ഇത് നവജ്യോതിയായിട്ടുള്ള നവചൈതന്യമായിട്ടുള്ള നവമായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ പരമ്പരയിൽ നടക്കുന്നത്. നമ്മുടെ പരമ്പരയിൽ എല്ലാം യുണീക്കായിട്ട് ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നടപ്പാക്കുന്നത്. ആ നവജ്യോതി നടപ്പാക്കുന്ന ഓരോ കാര്യങ്ങളും നവസംസ്കാരത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഈ നവസംസ്കാരത്തെ മാനിക്കാൻ കഴിയാത്ത വ്യക്തികൾ ആ നവജ്യോതിയെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ നവജ്യോതിയെ തിരിച്ചറിയാൻ കഴിയാത്തത് അനുഭവവശത്ത് വികസിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ തന്നെ ഈ പൂർണ്ണസ്വാമി എഴുതിയ ഒരു ഗാനമുണ്ട്. അദ്ദേഹം പ്രസിദ്ധീകരിച്ചൊരു കാസറ്റ് ലതിക എന്ന് പറയുന്ന ഒരു സിംഗർ പാടി എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഗുരുഭക്തി ഗാനങ്ങളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഈ പരമ്പരയിൽ നിന്ന് വിട്ടുപോയ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ആ വൈബ്രേഷൻ, നമ്മളിപ്പോൾ ഒരാളെ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാനസിക തലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എനർജി ഇരിക്കുന്ന വൈബ്രേഷനാണല്ലോ അത്. അപ്പോൾ ആ ഭക്തിഗാനങ്ങൾ കേട്ടാൽ അദ്ദേഹം തെറ്റിപ്പോയെങ്കിൽ ആ തെറ്റിലേക്ക് നമ്മളെയും ചിലപ്പോൾ ഈ പാട്ട് പാടി നമ്മളെയും കൂടെ ലയിപ്പിച്ച് ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോകില്ലേ എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരു പരമ്പരയുടെ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ പ്രവഹിക്കാത്തിടത്തോളം കാലം അവരെ എഴുതുന്ന പുസ്തകങ്ങൾക്കോ മറ്റ് വർക്കുകൾക്കോ നമുക്ക് പ്രാധാന്യമില്ല. എന്നാൽ ഒരു വേള അവർ ഈ നവജ്യോതിയിൽ ചേരുന്ന പക്ഷം, അല്ലെങ്കിൽ ഇതിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് തല കുമ്പിട്ട് തോൽവി സമ്മതിച്ച് ഈ ശിഷ്യ സമൂഹത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് അവരുടെ ഓരോ വർക്കിനും പ്രാധാന്യം ഉണ്ടാകുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ അവരുടെ എനർജി ഈ പരമ ചൈതന്യമായിട്ട് ഒന്നായ എനർജിയുടെ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരിലേക്കും അത് ആസ്വാദകരെ വായനക്കാരെ എല്ലാം സ്വാധീനിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ അവരിലുണ്ടായ തെറ്റ് അത് മറ്റുള്ളവരിലേക്കും പകരുന്നതിന് തുല്യമായി പോകും എന്നുള്ള അർത്ഥത്തിൽ ഇതുപോലുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റു ഗാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തികൾ ഓരോരുത്തരും അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഞാനും പരമ്പരയും ശിഷ്യ സമൂഹവും എല്ലാവരും അവരവരുടെ തെറ്റിനെ മനസ്സിലാക്കി തിരുത്താനും ഗുരുവാക്കനുസരിക്കാനും ജീവിക്കാനും നമ്മുടെ സ്ഥാപനങ്ങളിലും ജീവിതത്തിലും ലോകത്തിലേക്കും ഇതിൻ്റെ നന്മകൾ വ്യാപിപ്പിക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കാൻ നമുക്ക് ഗുരു കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.